പണ്ട് ഒരു കാട്ടിൽ മാക്സ് എന്ന വികൃതിക്കാരനായ ഒരു കലമാൻ ഉണ്ടായിരുന്നു. അവൻ്റെ കൂട്ടുകാരെ പറ്റിച്ച് കളിപ്പിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ മറ്റുള്ളവരെ പറ്റിക്കുന്ന തന്ത്രം എല്ലാ കാലവും വിജയിക്കത്തില്ലല്ലോ. ഇത് പാവം വികൃതിക്കാരനായ കലമാന് അറിയില്ലായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ തൻ്റെ കൂട്ടുകാരെ എങ്ങനെയെങ്കിലും ഒരു തന്ത്രം ഉപയോഗിച്ച് പറ്റിക്കണമെന്ന് വിചാരിച്ച് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കുറച്ച് ഇലകൾ കൂടി കിടക്കുന്നത് കണ്ട്. ഇത് കണ്ടപ്പോൾ നമ്മുടെ മാക്സിനൊരു ബുദ്ധി തോന്നിയതും കൂട്ടുകാരെ എല്ലാം വിളിച്ചുകൂട്ടി. കൂട്ടുകാരെ, ഓടി വരൂ, ഞാനൊരു മാജിക് കാട്ടിത്തരാം. ദാ എന്നോടൊപ്പം ഈ ഇലകളെല്ലാം ഡാൻസ് ചെയ്യാൻ പോവുകയാണ്. മാക്സ് അവൻ്റെ കുളമ്പുകൾ ചവിട്ടി ഡാൻസ് തുടങ്ങിയതും അവൻ്റെ ഡാൻസിൻ്റെ ശക്തിയിൽ ഇലകൾ പറക്കാൻ തുടങ്ങി. അത് കണ്ട് മാക്സിൻ്റെ ചങ്ങാതിമാർ അവൻ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ചു കൈകൊട്ടി ആസ്വദിച്ചു, സന്തോഷിച്ചു. ഇത് കണ്ട മുയൽ പറഞ്ഞു, കൊള്ളാം, നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ഇതൊരു അത്ഭുതം തന്നെ. മാക്സ് ചിരിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ സ്പെഷ്യൽ മാക്സ് മാജിക് ആണ്. മാക്സ് ശക്തമായി ചവിട്ടുന്നത് തുടർന്നു. ചവിട്ടിന്റെ ശക്തി അനുസരിച്ച് ഇലകൾ വേഗത്തിൽ കറങ്ങാൻ തുടങ്ങി. വൈകാതെ തന്നെ ഇലകളെല്ലാം നിയന്ത്രണം വിട്ട് കാറ്റിൽ പറന്നു തുടങ്ങി. ഇത് കണ്ട് അണ്ണാൻ പറഞ്ഞു, മാക്സ്, ഇലകൾ വളരെ കൂടുതലായി പറക്കുന്നു. ഇത് കണ്ടിട്ട് പേടി തോന്നുന്നു. ഇത് ചുഴലിക്കാറ്റ് പോലെ ഉണ്ട്. ഇനി ഇലകളോട് കളി മതിയാക്കാൻ പറ. നിങ്ങൾ ഡാൻസ് കളിച്ചത് മതി. പാവം കണ്ടു നിന്ന കരടിക്കും വിഭ്രാന്തിയായി. മാക്സ് നൃത്തം ചെയ്യുന്ന ഇലകൾ നിർത്താൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ ഓരോ തവണ അവൻ ചവിട്ടുമ്പോഴും വായുവിലൂടെ ഉയരത്തിലേക്ക് കറങ്ങി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇലകൾ. മൃഗങ്ങൾ ഇത് കണ്ട് ഓടാൻ തുടങ്ങി. ചില മൃഗങ്ങൾ കറങ്ങുന്ന ഇലയെ പിടിക്കാൻ നോക്കി. പക്ഷെ എന്ത് കാര്യം? മാക്സിന് കാര്യം മനസ്സിലാക്കി. മാക്സിന്റെ തന്ത്രമൊക്കെ തെറ്റിപ്പോയി. മാക്സിന് മനസ്സിലായത്. മുയൽ പറഞ്ഞു, ഈ ഇലകൾ പ്രശ്നമാണല്ലോ. ഇത് കേട്ട അണ്ണാൻ പറഞ്ഞു, ഇത് കാട് മുഴുവൻ കുഴപ്പത്തിലാക്കും. അതിനു മുമ്പ് ഇവയെ എങ്ങനെയെങ്കിലും പഴയതുപോലെ ആക്കണം. മാക്സിന് ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്ത ഭയം തോന്നി. തന്റെ കൈവിട്ടു പോയത് ഇവർക്കാർക്കും അറിയത്തില്ലല്ലോ. താൻ കൂട്ടുകാരെ കളിപ്പിക്കാൻ നോക്കിയതാണെന്നും അവർക്ക് അറിയത്തില്ലല്ലോ. മാക്സിന് കുറ്റബോധം തോന്നി. മാക്സ് തെല്ലാം ആലോചിച്ചിട്ട് കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒന്ന് പറ്റിക്കാൻ നോക്കിയതാ. ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയതല്ല. ഇത് കേട്ട് മുയൽ പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്ക് ഇലകളെ ശാന്തമാക്കാൻ കാറ്റിന്റെ സഹായം ചോദിക്കാം. മാക്സ് സമ്മതിച്ചു. അവൻ കാറ്റിനെ വിളിച്ചു. കാറ്റേ, പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കാമോ? ഇത് ഇത്രത്തോളം കഷ്ടത്തിലാകുമെന്ന് ഞാൻ കരുതിയതല്ല. എന്നോട് ക്ഷമിക്കണം. ഇത് കേട്ട് കാറ്റ് നന്നായിട്ടൊന്ന് വീശി ഇലകളെ പതുക്കെ നിലത്തേക്ക് ഇറക്കി. കാട് ശാന്തമായി. കൂട്ടുകാർക്കൊക്കെ സന്തോഷമായി. എന്നിട്ട് ഇത് കണ്ടപ്പോ മാക്സിന് സന്തോഷമായി. മാക്സ് എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചതാ. അടുത്ത തവണ ഇങ്ങനത്തെ രീതിയിൽ ഞാൻ പറ്റിക്കില്ല. എന്നാലും ഞാൻ പറ്റിപ്പൊന്നും നിർത്തില്ല. മുയല് പറഞ്ഞു, ഇനി നീ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചുഴലിക്കാറ്റിന് പകരം ഇലകളെ വൃത്താകൃതിയിൽ ഡാൻസ് ചെയ്യാൻ പഠിപ്പിക്കണം. എന്നിട്ട് മുയലൊന്ന് ചിരിച്ചു. മാക്സ്, ശരി, അത് ഇലകൾക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ ഡാൻസ് കളിക്കാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കളിച്ചതെന്ന് പറഞ്ഞ് ചിരിച്ചു. ഇത് കേട്ടതും ബാക്കി മൃഗങ്ങളും കൂടെ ചിരിച്ചു. ഇങ്ങനെ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാക്സിനും മനസ്സിലായി. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരെ പറ്റിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യൂ.